വെറും 13ാമത്തെ വയസ്സിൽ IPL കളിക്കണമെങ്കിൽ വൈഭവ് സൂര്യവംശി ചില്ലറക്കാരനല്ല. ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി അത്രയും വലുതാണ്. രഞ്ജി ട്രോഫി, അണ്ടർ-19 തുടങ്ങി ഇന്ത്യയുടെ ഒരുപാട് ടീമിൽ അദ്ദേഹമുണ്ട്. വൈഭവിന്റെ വയസ്സ് 13 ആയാലും അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ഹിസ്റ്ററി വലുതാണ്. രാജസ്ഥാൻ ഒന്നും കാണാതെ വൈഭവിനെ വാങ്ങിക്കില്ല. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീം 1 കോടി കൊടുത്ത് വാങ്ങിച്ച ശേഷം വൈഭവ് തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആ 13 വയസ്സുള്ള കുട്ടിയെ എടുക്കാൻ പറഞ്ഞത് സഞ്ജു ആയിരുന്നു. സഞ്ജുവിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് അതിനു പിന്നിൽ. ഇപ്പോഴത്തെ ലേലത്തിൽ എടുത്തതിന് ശേഷം വൈഭവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയും ചെറിയ പ്രായത്തിൽ IPL കളിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ക്രിക്കറ്റിലെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം IPL കളിക്കുക എന്നതായിരുന്നു. ഇത്രയും പെട്ടെന്ന് അത് സാധ്യമായി. അതിന് ഞാൻ നന്ദി പറയുന്നത് രാജസ്ഥാനോടാണ്, അതുപോലെ രാജസ്ഥാന്റെ ക്യാപ്റ്റനോടും. രാജസ്ഥാൻ എന്നെ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. IPL എൻ്റെ ഇഷ്ട ടീം രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ സഞ്ജു സാറിന്റെ കളിയാണ് ഞാൻ എപ്പോഴും കാണാറ്. അതുപോലെ എനിക്കും IPL കളിക്കാൻ സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. അതും എൻ്റെ ഇഷ്ട ടീമിനോടൊപ്പം തന്നെ. സഞ്ജു ചേട്ടനോടൊപ്പം ബാറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതെനിക്ക് വലിയ നേട്ടമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നെ ടീമിലേക്ക് എടുത്ത രാജസ്ഥാൻ ടീമിനും സഞ്ജുവിനും നന്ദി പറയുന്നുവെന്ന് വൈഭവ് വ്യക്തമാക്കി. വൈഭവിന്റെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. 13ാമത്തെ വയസ്സിൽ ഒരു താരത്തിനും IPL കളിക്കാൻ സാധിക്കില്ല. അത്രയും ചെറിയ പ്രായമാണ്. എന്നിട്ടും വൈഭവ് IPL എത്തിയെങ്കിൽ അത് ആ കുട്ടിയുടെ കഴിവ് തന്നെയാണ്. എന്തായാലും രാജസ്ഥാൻ ടീം ഒന്നും കാണാതെ വൈഭവിനെ എടുക്കില്ല. അടുത്ത IPL ആദ്യ മാച്ചിൽ തന്നെ വൈഭവിന് അവസരം കൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവാണ് വൈഭവിനെ എടുക്കാൻ പറഞ്ഞതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സഞ്ജു കൃത്യമായിട്ട് ആ കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സച്ചിൻ 15ാമത്തെ വയസ്സിൽ കളിച്ചതുപോലെയാണ് വൈഭവിന്റെ ഇപ്പോഴത്തെ കളി രീതി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.